മറ്റൊരു വാർത്ത നോക്കാം. വയനാട് പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാരിന് അനുമതി. 17 കോടി രൂപ കൂടി അധികം നൽകണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. ഏറ്റെടുത്ത ഭൂമിക്ക് പകരം നൽകാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചത് 26 കോടി രൂപയായിരുന്നു. അതേസമയം ഭൂമി ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, ഇതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ട തുക നൽകാനുള്ള തീരുമാനം കൂടിയുണ്ടോ? അവരുടെ ആവശ്യം ഈ 26 അധികം 17 എന്നുള്ളൊരു കണക്കിലേക്ക് എത്തുമോ? അതിൽ ഒരു ക്ലാരിറ്റി എന്താണ്? അപർണ, നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ എൽസ്റ്റണ് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലാണ് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുത്ത ഈ സർക്കാർ നടപടിയിൽ 17 കോടി രൂപ കൂടി അധികമായി സർക്കാർ കെട്ടിവെക്കണം. അതായത് നേരത്തെ നൽകാൻ നിശ്ചയിച്ചത് 26 കോടി രൂപയാണ്. അതിന് പുറമെയാണ് 17 കോടി രൂപ അധികമായിട്ട് കെട്ടിവെക്കണം. ഹൈക്കോടതി രജിസ്ട്രിയിൽ തുക നിക്ഷേപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ്. അന്തിമ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വയനാട് മാതൃകാ ടൗൺഷിപ്പിൽ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് അത് നഷ്ടപരിഹാരം വേണമെന്ന് എൽസ്റ്റൺ ടി എസ്റ്റേറ്റ് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് 78.73 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതിന് 549 കോടി രൂപ മൂല്യമുണ്ടെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഇതിൽ സർക്കാർ നിശ്ചയിച്ച തുക വളരെ കുറഞ്ഞ തുകയാണ്. 26.51 കോടി രൂപയായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറവാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ്. പക്ഷെ ഈ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ തന്നെയാണ് സർക്കാർ ഇതിലേക്ക് പോയത്. ഈ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത് തങ്ങളുടേതായ ഈ മതിപ്പ് കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഒന്നും തന്നെ സർക്കാർ പരിഗണിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എസ്റ്റേറ്റിലെ തേയില ചെടികൾക്ക് 82 കോടി രൂപയും ഫാക്ടറി കെട്ടിടങ്ങൾക്ക് 20 കോടി രൂപയും മൂല്യം വരും. ഒപ്പം തന്നെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഉണ്ട് എന്നതെല്ലാം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് നടന്ന 10 ഭൂമി ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചാണ് നഷ്ടപരിഹാരം നൽകിയതെന്നും കോടതി ആവശ്യപ്പെട്ടാൽ ന്യായവില കണക്കാക്കി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്നും സർക്കാരിന് വേണ്ടി AGയും നേരത്തെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിച്ചിരുന്നു. ഒപ്പം ന്യായവില കണക്കാക്കിയാൽ 42 കോടി രൂപ വില വരും എന്നതടക്കമുള്ള വാദങ്ങൾ AG ഉന്നയിക്കുകയും ചെയ്തു. 16 കോടി രൂപയുടെ വർധനവുണ്ടാകും, അങ്ങനെ ഒരു ധാരണ കഴിഞ്ഞ വാദത്തിനിടെ തന്നെ പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോന്നിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് സിവിൽ കേസ് നിലവിലുണ്ടെന്ന് സർക്കാരും കോടതിയിൽ പറഞ്ഞിരുന്നു. ഉപാധികളോടെ, അതായത് പണം പിൻവലിക്കാൻ ഉപാധികൾ നിശ്ചയിക്കാം. അത് ആ ഉപാധികൾ അനുസരിച്ച് പണം അനുവദിക്കുന്നതിൽ എതിർപ്പില്ല എന്നും കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു വർധനവ് ഈ എൽസ്റ്റൺ ടി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ 17 കോടി രൂപ കൂടി അധികമായിട്ട് നൽകാനായിട്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇനി എസ്റ്റേറ്റ് ഉടമകളുടെ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടി ലഭ്യമാകേണ്ടതുണ്ട്. ഡാനി പോൾ ആണ് ഇനി മറുപടി നൽകാനുള്ളത്. എസ്റ്റേറ്റ് ഉടമകൾ കൂടിയാണ്. ചെറിയൊരു ആശ്വാസം എന്ന തരത്തിലുള്ള തുക വർധനവ് കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം ഉയർന്നു.